ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് നല്ല തിരക്കുള്ള ദിവസമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളി നന്നാക്കി തിരിക്കണമെങ്കിൽ ഇതെടുത്തങ്ങോട്ട് ചതച്ചാൽ മതിയില്ലേ നമുക്ക്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഉള്ളി ഇങ്ങനെ നന്നാക്കി വെക്കുക എന്ന് നോക്കാം. നമുക്ക് കണ്ണീരൊഴുക്കാതെ കൈ മുറിയാതെ കുറേ സമയം അതിന് ചിലവഴിക്കാതെ എങ്ങനെ ഉള്ളി നന്നാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ചെറിയ ഉള്ളീനെ ഞാൻ ഒരു അരമണിക്കൂർ കൊണ്ട് ഇങ്ങനെയാക്കി, ഈ വെളുത്തുള്ളീനെ ഇങ്ങനെയുമാക്കി. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് ഈ തൊലി കളയാനുള്ള ഉള്ളികളാണ് കേട്ടോ ഈ വെളുത്തുള്ളി, ഈ ചെറിയ ഉള്ളി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഫസ്റ്റ് നമുക്ക് ചെറിയ ഉള്ളിയുടെ തൊലി എങ്ങനെയാണ് നീക്കം ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് സയാമീസ് ഇരട്ടകളായിട്ട് ഇരിക്കാൻ പാടില്ല, എല്ലാവരെയും സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ഫ്രണ്ട്സ് ആയിരുന്നാൽ പറ്റില്ലല്ലോ, എല്ലാവരെയും നമുക്ക് വിടിച്ച് എടുക്കണം. ഇനി ആ ബൗളിലേക്ക് നമുക്ക് നോർമൽ ആയിട്ടുള്ള വാട്ടർ നിറച്ചൊഴിക്കാം. എന്നിട്ട് അതിൽ മുങ്ങിക്കിടക്കണം. എന്നാലാണ് അത് നന്നായിട്ട് കുതിർന്ന് കിട്ടുള്ളൂ. ഇനി അടുത്തത് വെളുത്തുള്ളിക്കുള്ള പാത്രമാണ്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിനെയും ഇതേപോലെ സെപ്പറേറ്റ് ചെയ്യണം. ഇങ്ങനെ കട്ട കൂടിയിട്ട് ഇരിക്കാൻ പറ്റില്ല, കുതിരാൻ ബുദ്ധിമുട്ടാണ്. അത് കാരണം കൊണ്ട് നമ്മൾ ഇതിങ്ങനെ പിച്ചിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു ഇളം ചൂട്, നല്ല ചൂട് പാടില്ല. നല്ല ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി വെന്തു പോകും. ഒരു ഇളം ചൂട്, നമ്മുടെ കൈയിട്ടാലും പൊള്ളാത്ത തരത്തിലുള്ള ഒരു ചൂട്. വെളുത്തുള്ളിക്ക് തൊലിക്ക് കനം കൂടുതലാണ്, അപ്പോൾ കുതിരാൻ കുറച്ച് സമയം പിടിക്കും. ഇനി നമ്മൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി കുതിർന്ന് കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ ഞെരടുമ്പോഴേക്കും അതിലത്തെ തൊലിയൊക്കെ പോരും. പിന്നെ ചിലതിന് മാത്രം തൊലിക്ക് കുറച്ച് കനുണ്ടാവും. അതൊന്ന് നമ്മൾ ഇങ്ങനെ പിച്ചിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പോരുകയും ചെയ്യും. നന്നായി ഞെരടി കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ തൊലി പോയിട്ട് നമുക്ക് കിട്ടും. ഇതേണ്ടേ നമ്മുടെ ഉള്ളിയൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊക്കെ ഓരോന്നിനെ പെറുക്കിയെടുക്കാം. പിന്നെ ഞാൻ ഞെട്ടി വെട്ടിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി വെട്ടി കളയാമെന്ന് വിചാരിച്ചിട്ട് കത്തിയൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ വേണ്ട, വെട്ടി കഴിഞ്ഞിട്ടിച്ചാൽ നമ്മളുടെ ഉള്ളി ഫ്രിഡ്ജിൽ വെച്ചാലും അതിങ്ങനെ ചുങ്ങി വരും. അപ്പോൾ അത് ചുങ്ങാതെ അടിപൊളിയായിട്ട് അത് അങ്ങനെ തന്നെ ഇരിക്കണമെങ്കിൽ ആ ഞെട്ടി വേണം. ഇനി നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തൊലി കളയൽ പരിപാടിയായിട്ട് കഴിഞ്ഞു കേട്ടോ. എത്ര പെട്ടെന്നല്ലേ. ഇനി നമുക്ക് ഈ വെള്ളം കളയണ്ട. ഇതുവരെ ചെടികളുടെ ചോട്ടിൽ കൊണ്ടുപോയി വയ്ക്കാൻ നല്ല വളമാണ്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയില്ലെങ്കിൽ ഓരോ തൊലി ഉണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിരുന്ന് പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് വേറിട്ടിട്ട് ഇങ്ങനെ കിട്ടും. ഇനി ഇങ്ങനെയൊക്കെ വെള്ളത്തിലിട്ട് കഴുകി വെച്ചിട്ട് നിങ്ങൾ ഒരു പേരും പേടിക്കേണ്ട, ഉള്ളിക്ക് ഒരു കേടും സംഭവിക്കില്ല. ഇനി അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു നല്ല തുണി വിരിച്ചിട്ട് അതിലൊന്ന് ഈ വെള്ളം ഒന്ന് വാരാൻ വെച്ചാൽ മതി. കണ്ടോ, നമ്മുടെ ഉള്ളിയൊക്കെ അടിപൊളിയായിട്ട് ഞെട്ടിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയിരിക്കുന്നു. ഇനി അടുത്തത് നമ്മുടെ വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ഇങ്ങനെ ഞെരടിയാൽ തന്നെ പോരും. എന്താ വെച്ചാൽ നമ്മളൊരു കുറച്ച് ചൂടുള്ള വെള്ളത്തിലല്ലേ ഇട്ടിരിക്കുന്നത്, അപ്പോൾ ഇങ്ങനെ ഞെരടുമ്പോൾ തന്നെ പോരും. ചെറിയ ഉള്ളിന്ന് നമ്മൾ ഉള്ളിയാണ് വേർതിരിച്ചിട്ട് എടുത്ത് ആദ്യം. ഇതിന് നമുക്ക് തോൽ ആദ്യം കൂടെ കളയാം. എന്താ വെച്ചാൽ തോലാണ് കൂടുതൽ ഇതിൽ. ഉള്ളി കുറച്ച് ചെറുതല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഈ തോലൊക്കെ അങ്ങോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടോ എന്ന് നോക്കണം. തോലിൽ കുടുങ്ങി കിടക്കും.
അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ഓട്ടമുള്ള പാത്രത്തിലേക്ക് ഇടാം. ഇതിനും ഞെട്ടിയുണ്ട് കേട്ടോ, ഞെട്ടി പോവില്ല, ഞെട്ടി നമ്മൾ കളയാൻ വേണം. ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം, എന്നാലാണ് നീറ്റായി കിട്ടുള്ളൂ. കണ്ടോ, നമ്മുടെ വെളുത്തുള്ളിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തിനാണ് വേണ്ടി വെച്ചാൽ ഇതൊന്നും എടുത്ത് ചതക്കേ വേണ്ടുള്ളൂ. ഇനി നമുക്ക് ഇവരെയൊക്കെ ഒരു നല്ല പാത്രത്തിലേക്ക് ആക്കി വെക്കണം. ഇതിനായി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ പാത്രമാണ് കേട്ടോ ഇത്. 215 രൂപയാണ് അന്ന് വന്നത്. നല്ല പാത്രമാണ്, നല്ല ക്വാളിറ്റി പാത്രം തന്നെ, എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കണത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് വെക്കാം. വെളുത്തുള്ളി പിന്നെ കുറച്ചുള്ളൂ, ചെറിയ ഉള്ളി ഇച്ചിരി വലുതായതുകൊണ്ടാണ് നമുക്ക് 4 പാത്രത്തിലിടേണ്ടി വന്നത്. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഉള്ളിയിലുള്ള വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അടിയിൽ ഇങ്ങനെ ഒരു സാധനം ഇട്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതാ ഇങ്ങനെ അടിയിൽ മറ്റേ ടിഷ്യൂ പേപ്പറാണ്. എന്നിട്ട് ഇതിങ്ങനെ വെക്കുക വെച്ചാൽ നമുക്ക് കേട് വരുന്നില്ല. ഇതിൽ വരുന്ന വെള്ളമൊക്കെ ആ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. നമ്മൾ 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഈ എയർടൈറ്റ് പാത്രമായാലും അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം വന്നിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിങ്ങനെ അതിലേക്ക് ഒറ്റുമ്പോൾ ആ വെള്ളമൊക്കെ ഈ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. അപ്പോൾ കുറേ ദിവസം കൂടി നമ്മളുടെ ഉള്ളിയൊക്കെ കേടാകാതിരിക്കും. ഞാനിങ്ങനെ വെച്ചിട്ട് 2 ആഴ്ചത്തോളമൊക്കെ എനിക്ക് കഴിയാണ് ചെയ്യൽ, ഉള്ളി കേട് വരലില്ല. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് കയറ്റി വയ്ക്കാം. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണിത്. ഞാൻ ഉള്ളിയൊന്നും കേടില്ല എന്ന് നിങ്ങളും കൂടി അറിയണമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾക്കൊരു പ്രൂഫ് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു പാർട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഉപ്പേരി വറുത്തിടാൻ വേണ്ടി എടുത്തപ്പോൾ എനിക്ക് തോന്നി ഇത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചേക്കാം എന്ന്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. അത് വെളുത്തുള്ളി നമ്മൾ നന്നാക്കി വയ്ക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്, അല്ലാണ്ട് വേറെ അതിന് ചീച്ചിലോ ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ആയാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഒരേ ഒരു പ്രശ്നം, അതിന് വാലും തലയുണ്ട്. അത് നമ്മൾ ഉപ്പേരിയിലേക്കൊന്നും വറുത്തിടുമ്പോഴൊന്നും ചെറിയ ഉള്ളിയുടെ എടുക്കലില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ചെത്തിക്കളയണം എന്ന് മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാറ്റിനും ഉണ്ടാവും ഒരു നെഗറ്റീവും പോസിറ്റീവും, അത് നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.